നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടത് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കാൻ നട്ടലുള്ള കഴിവുള്ള ഒരേ ഒരാൾ തന്നെയാണ് ഭരണതലത്തിലുള്ള ഗവർണർ. ഭരണതലവൻ എന്ന നിലയിൽ ഗവർണർക്ക് അതിൻ്റെയുള്ള അധികാരമുണ്ട് എന്നത് വ്യക്തം. സർക്കാർ ഒരു തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഗവർണറിന്റെ രീതി തന്നെയാണ്. പക്ഷേ ഗവർണറിനെതിരെ സർക്കാർ തിരിയുമ്പോൾ പിന്നെ പറയാതിരിക്കാനും വയ്യാത്ത അവസ്ഥ. നിലവിൽ കേരളത്തിലെ ഇടത് സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പകൽ SFIക്കൊപ്പവും രാത്രിയിൽ PFIക്ക് ഒപ്പവും ആണ് എന്നാണ് ഗവർണർ പറയുന്നത്. ദേശീയ മാധ്യമമായ NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ ആക്രമണം ഗവർണർ കടുപ്പിച്ചത്. UAPA പ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ച PFIയുമായി കേരളത്തിലെ ഭരണകക്ഷിയായ CPMന് ചങ്ങാത്തമുണ്ടെന്നും SFI വഴിയാണ് ബന്ധമെന്നും ഗവർണർ ആരോപിച്ചു. പകൽ സമയങ്ങളിൽ അവർ SFIയുടെ ഒപ്പമാണ്, രാത്രിയിൽ PFIക്ക് വേണ്ടി പണിയെടുക്കും. കേന്ദ്ര സർക്കാർ ഏജൻസികൾക്കും ഈ വിവരം നന്നായി അറിയാമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. മറ്റൊരിടത്ത് കോടതിയിൽ ചെന്നാൽ താൻ വിജയിക്കുമെന്ന് ഉറക്കെ പറയുന്നുണ്ട് ഗവർണർ. പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് ഗവർണറും സർക്കാരും തമ്മിൽ പോര് ശക്തമായി മുറുകിയിരുന്നത്. ആദ്യത്തേത് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ, പിന്നീട് അങ്ങനെ ഈ സംഭവത്തിൽ തുടങ്ങി പിന്നീട് അങ്ങനെ പല സംഭവ വികാസങ്ങളായി ഇവരുടെ ഈ ഒരു ശത്രുത അതിശക്തമായി മാറുകയായിരുന്നു. അതേസമയം ഗവർണർക്കെതിരെ വരുന്ന ഓരോ SFI പ്രവർത്തകരെയും, കൊലവിളിയുമായി എത്തുന്ന ഓരോ SFI പ്രവർത്തകരെയും എങ്ങനെ നേരിടണമെന്ന വ്യക്തമായ പ്ലാൻ ഗവർണർക്കുണ്ട്. എനിക്കെതിരെ പ്രതിഷേധിച്ചതിന് അറസ്റ്റിലായ 15 SFI പ്രവർത്തകരിൽ പകുതിയോളം പേരും സജീവ PFI വോളണ്ടിയർമാരാണെന്നാണ് സർക്കാർ ഏജൻസികൾക്ക് അറിയാവുന്ന കാര്യമാണെന്നും ഗവർണർ വെട്ടിത്തുറന്ന് പറയുകയാണ്. ഗവർണറിന്റെ ഈ പരാമർശം തികച്ചും, അതും PFI പോലെയുള്ള കേന്ദ്ര സർക്കാർ രാജ്യത്ത് നിരോധിച്ച ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് രാജ്യം മുദ്രകുത്തിയ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് ഒരു ഗവർണറിനെതിരെ തിരിയുന്നത്. അതും ഒരു സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഗവർണർക്കെതിരെ തിരിയുന്നത് എന്ന അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഗവർണർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ പറയുവാനോ ഇതിനെതിരെ വിമർശിക്കുവാനോ തിരിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിക്കുവാനോ ഒരു മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടുമില്ല. അപ്പോൾ ചില മൗനങ്ങൾ സമ്മതമാണ് എന്ന ആ ഒരു വാക്യം ഇവിടെ ചിലപ്പോൾ ആപ്റ്റായി എന്ന് വരാം. നിയമസഭയിലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു സമാന രീതിയിൽ. കേരളത്തിലെ ജനങ്ങളും ഇക്കാര്യങ്ങൾ സംസാരിക്കാറുമുണ്ട്. ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവർ ശരിക്കും വിദ്യാർത്ഥികളാണോ എന്നതിൽ സംശയമുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കുകയാണ്. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പിന്നെ കൊട്ടേഷൻ ടീമാണോ എന്നാണ് ഗവർണറുടെ ആ ചോദ്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത. സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ കൊമ്പ് കോർക്കുന്നതിനിടെ പുതിയ ആരോപണവുമായാണ് ഗവർണർ രംഗത്തെത്തിയത്. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതിനെ കുറിച്ചുള്ള മന്ത്രി R ബിന്ദുവിന്റെ ന്യായീകരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ക്രിമിനലുകളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. നേരത്തെ SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നേരിട്ടപ്പോഴും ഗവർണർ അവർക്കെതിരെ ക്രിമിനൽ എന്ന പ്രയോഗം നടത്തിയിരുന്നു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമേ നേരിട്ട് ക്രിമിനൽ എന്ന് വിളിക്കാൻ ബാക്കിയുള്ളൂ. ഒരുപക്ഷെ ഇവരെയൊക്കെ വിളിക്കുന്നത്, നേരെ ചെന്ന് കൊല്ലുന്നത് അവിടേക്കാകുമെന്നതിൽ ഗവർണറിന് വ്യക്തമായ ബോധ്യമുണ്ട്. എന്തായാലും ഗവർണർ കളി തുടങ്ങിയിരിക്കുകയാണ്. ഗവർണർ കളിച്ചാൽ എവിടം വരെ കളിക്കുമെന്ന് വ്യക്തമായി ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.